ഇസ്രയേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം തള്ളിക്കളഞ്ഞതിലൂടെ ഒന്നും തുടങ്ങുന്ന അത്ര എളുപ്പമല്ല അവസാനിപ്പിക്കാൻ എന്ന് അമേരിക്കയെയും ഇസ്രയേലിനും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. കൊട്ടിഘോഷിച്ച ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ആയുസ് മണിക്കൂറുകൾ മാത്രമാണ് ഉണ്ടായത്. അപ്പോഴേക്കും വാർത്ത നിഷേധിച്ചുകൊണ്ട് ഇറാനിയൻ മാധ്യമങ്ങളാണ് രംഗത്ത് വന്നത്. ഇത്തരത്തിൽ ഒരു വിധത്തിലുള്ള കരാറിലും ഇറാൻ ഭാഗമായിട്ടില്ലെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വെടിനിർത്തൽ പദ്ധതി പൂർണ്ണമായും തെറ്റാണെന്നും മേഖലയിലെ തങ്ങളുടെ താവളങ്ങൾ ആക്രമിച്ചതിലൂടെ അമേരിക്കയ്ക്ക് അടുത്തിടെയുണ്ടായ അപമാനത്തിൽ നിന്നും പൊതുജനാഭിപ്രായം വഴിതിരിച്ചു വിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് മുന്നോട്ട് വെച്ചതെന്നുമാണ് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറാനിൽ നിന്നും വെടിനിർത്തലിനുള്ള ഔദ്യോഗികമോ അനൗദ്യോഗികമോ ആയിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഫാർസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വരും മണിക്കൂറുകളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇസ്രയേലിലെ സയനിസ്റ്റ് ഭരണകൂടത്തിന് ഈ അവകാശവാദത്തിന്റെ കള്ളത്തരം തുറന്നു കാട്ടുമെന്ന് പറഞ്ഞതായിട്ടാണ് ടെഹ്റാനിലെ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US പ്രസിഡന്റ് ട്രംപിന്റെ വെടിനിർത്തൽ അവകാശവാദങ്ങളോട് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയും പ്രതികരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ ജനതയെയും അവരുടെ ചരിത്രത്തെയും അറിയുന്നവർക്ക് ഇറാൻ കീഴടങ്ങുന്ന ഒരു രാഷ്ട്രമല്ലെന്ന് അറിയാമെന്നാണ് ഖമേനി പറയുന്നത്. അതിനിടെ ഇസ്രയേലുമായുള്ള വെടിനിർത്തലിന് ഇതുവരെ ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയും പറയുകയുണ്ടായി. അപ്രതീക്ഷിതമായി ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും 6 മണിക്കൂറിനുള്ളിൽ ഇരുപക്ഷവും അത് പാലിക്കുകയും ചെയ്യുമെന്ന് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ പറയുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇറാൻ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മറുവശത്ത് ഇസ്രയേൽ ആവട്ടെ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. മാത്രമല്ല ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും മേഖലയിൽ ആക്രമണം തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച 4 ഡ്രോണുകൾ വ്യോമസേന തടഞ്ഞതായി IDF പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിനു മുന്നോടിയായി ഇത്തരം വിമാനങ്ങളുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തെക്കൻ ഗോലാൻ കുന്നുകളിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു. നേരത്തെ ഇസ്രയേലും ഇറാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി CBSനോട് ഒരു മുതിർന്ന ഭരണാധികാരി പറഞ്ഞുവെന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയെന്നും ഇറാൻ അവരെ കൂടുതൽ ആക്രമിക്കത്തോളം കാലം ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചതായും CBS റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ടെഹ്റാൻ വെടിനിർത്തലിന് സമ്മതിച്ചതായി മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചതായി CBS റിപ്പോർട്ട് ചെയ്യുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ നേരിട്ടുമല്ലാതെയും ഇറാനി നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് മുതിർന്ന ഭരണാധികാരി ഉദ്ദേശിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇപ്പോഴും അതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. യാതൊരു പ്രശ്നത്തിനും പോവാതെ വെറുതെ ഇരിക്കുകയായിരുന്ന ഇറാനെ അങ്ങോട്ട് കയറി ചൊറിയുമ്പോൾ ട്രംപിന്റെ പിൻബലമുള്ളത് കൊണ്ട് മാത്രം തങ്ങൾക്ക് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇസ്രയേൽ കരുതിയതേയില്ല. ഓർക്കാപ്പുറത്ത് ആക്രമണം നടത്തിയാൽ വളരെ വേഗം തന്നെ ഇറാൻ കൈപ്പടിയിൽ ഒതുങ്ങുമെന്നും അവർ കരുതുകയുണ്ടായി. എന്നാൽ ഒന്നും അത്ര എളുപ്പമല്ല എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ട്രംപിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഇറാൻ ഒരു കണ്ണ് എപ്പോഴും അമേരിക്കയുടെ ഭാഗത്തേക്ക് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് മാത്രമാണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ സ്ഥിരം നിർത്തുന്നിടത്തു നിന്നും കാണാതായത് പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെട്ടതും ആണവായുധ കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ കൂടുതൽ നഷ്ടമുണ്ടാവാതിരുന്നതും.